ശിഷ്യന്മാരിൽ വ്യത്യസ്തനായ മുഖം സൂക്ഷിക്കുന്ന ഒരാളാണ് തോമസ് അപ്പോസ്തലൻ. ആ അപ്പോസ്തലൻ തിരുനാളാണെന്ന് ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ. എന്തുകൊണ്ടാണ് ഈ അപ്പോസ്തലൻ വ്യത്യസ്തനായി മാറിയത്? എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണശേഷം കഥകടച്ചിരുന്നപ്പോൾ അദ്ദേഹം മാത്രം കഥക് തുറന്ന് പുറത്തിറങ്ങി നടന്നു. എന്തുകൊണ്ടാണ്? കാര്യം ഒരു സ്ത്രീ പുറത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കണ്ടു. അയാൾക്ക് സഹിച്ചില്ല. അയാൾക്ക് മനസ്സിലായി ക്രിസ്തു ഇപ്പോൾ പുറത്താണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ കാണാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നു. അപ്പോഴാണ് ക്രിസ്തു അകത്ത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എല്ലാവരും തിരിച്ചകത്ത് വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. അപ്പോൾ അയാൾക്ക് വീണ്ടും വാശിയായി. ഇത്രയും നാൾ മരണത്തെ പേടിച്ച് എല്ലാവരും അകത്തിരുന്നപ്പോൾ മരണത്തെ പേടിക്കാത്ത ഒരാൾ പുറത്തിടുന്നത് തോമസ് അപ്പോസ്തലൻ മാത്രമാണ്. എന്നിട്ടും അയാളുടെ കണ്ണിൽ ക്രിസ്തുവിനെ കണ്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് ക്രിസ്തു അകത്താണ് വന്നതെന്ന്. അതുകൊണ്ട് അയാൾ വീണ്ടും വാശി കാണിച്ചു. അവൻ്റെ പാർശ്വത്തിൽ വിരലിടാതെ അവൻ്റെ മുറിവുകളൊന്നും കാണാതെ ഞാൻ വിശ്വസിക്കില്ല. അത് വാശിയാണ്, സംശയമല്ല. ആ വാശിക്കിടയിൽ ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റിയില്ല. ആ സ്നേഹത്തിൻ്റെ വാശിയിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, തോമസേ, നീ ഒന്ന് കാണ്, എൻ്റെ പാർശ്വത്തിൽ വിരലിട്, എൻ്റെ അടുത്ത് വാ. അതിനുശേഷമുള്ള വരികളിൽ നമ്മൾ എവിടെയും തോമസ് അപ്പോസ്തലൻ ആ പാർശ്വത്തിൽ വിരലിട്ടതായിട്ടോ ആ മുറിവുകൾ ചെന്ന് വെരിഫൈ ചെയ്തതായിട്ടോ നമ്മൾ വായിക്കുന്നില്ല. അടുത്ത വാക്ക് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതാണ് ഈ അപ്പോസ്തലനെ വ്യത്യസ്തനാക്കുന്നത്. അയാളുടെ വാശിയിൽ ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റിയില്ല. ആ വാശിയിൽ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് അയാൾ പുറത്തിറങ്ങി നടന്നു. അതാണ് ഈ അപ്പോസ്തലൻ്റെ പ്രത്യേകത. നമ്മൾ ഓർക്കേണ്ടത്, ഈ അപ്പോസ്തലൻ തികച്ചും വ്യത്യസ്തനായത് ഇയാളുടെ വാശിയിലാണ്. ആത്മീയതയ്ക്ക് ഒരു പുതിയൊരു മുഖം കൊടുത്ത അപ്പോസ്തലനാണ് തോമസ് അപ്പോസ്തലൻ. വാശി ഒരു കുറവായി മനുഷ്യർ കാണുന്നിടത്ത് വാശി ഒരു സ്നേഹമാണെന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ച അപ്പോസ്തലനാണ് തോമസ് അപ്പോസ്തലൻ. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ വേണ്ടത് ഇങ്ങനൊരു സ്പിരിച്വാലിറ്റിയാണ്. വലിയ വലിയ കാര്യങ്ങളോടെ ദൈവത്തെ സ്വന്തമാക്കാമെന്ന് ചിന്തിക്കുന്നത് മിഥ്യാധാരണ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരാണ് അപ്പോസ്തലന്മാർ. അത് ഏറ്റവും മനോഹരമായ ഒരു വിശുദ്ധനാണ് തോമസ് അപ്പോസ്തലൻ. ഒരു വാശിക്കിടയിൽ അയാൾ ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ ലോകത്തിന് മുഴുവനും സാക്ഷ്യത്തിനായി ആ വാക്ക് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പിന്നീട് നടന്നു നീങ്ങിയ ദൂരത്തെക്കുറിച്ച് പാരമ്പര്യം പറയുന്നത് അത്ര ചെറുതൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാൻ തക്കവിധത്തിൽ അദ്ദേഹം നടന്നു തീർത്തിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ഒരു കാരണമേ ഉള്ളൂ, ഉള്ളിൽ സൂക്ഷിച്ച വാശിയാണ്. എനിക്കെൻ്റെ കർത്താവിനെ കാണണം. ഓരോ ക്രിസ്ത്യനും ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ കാണിക്കേണ്ട ഒരു വാശി എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, എനിക്കെൻ്റെ കർത്താവിനെ കാണണം. കുറേ അധികം കാഴ്ചകൾ ഈ ഭൂമിയിൽ ഇക്കാലം അത്രയും കണ്ടില്ലേ? മുരുകൻ കാട്ടാക്കടയൊക്കെ പാടുന്ന പോലെ മങ്ങിയ കാഴ്ചകൾ കണ്ടുപടുത്തു കണ്ണടകൾ വേണം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാഴ്ചകളെ കണ്ട് ഒരു പ്രായമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങുന്നില്ലേ? പിന്നീടൊരു കണ്ണടയുടെ സഹായം അല്ലാതെ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ആയുസ്സിൻ്റെ മുഴുവൻ കാഴ്ചകൾക്കിടയിൽ കുളിർമയേകിയ കാഴ്ച ഏതാണ്? സൗന്ദര്യം കണ്ട കാഴ്ച ഏതാണ്? അങ്ങനെയൊരു കാഴ്ച അവസാനം വരെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ഭൂമിക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച അപ്പോസ്തലനാണ് തോമസ് അപ്പോസ്തലൻ. ക്രിസ്തുവാണ് ആ കാഴ്ച. ആ കാഴ്ചയിലേക്ക് എത്തിപ്പെടാനാണ് നമ്മുടെയൊക്കെ കണ്ണുകൾ പരതേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളും കാണാൻ കൊതിക്കേണ്ട കാഴ്ച, നമ്മളും വാശി കാണിക്കേണ്ട കാഴ്ച, ആ കാഴ്ചയുടെ പേര് ക്രിസ്തു എന്ന് പഠിപ്പിച്ചെന്ന് തോമസ് അപ്പോസ്തലൻ്റെ തിരുനാളാശംസകൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.